ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്ത് വർഷയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി പോരാനായിട്ട് ഒരുങ്ങുന്നു. ഈ സമയത്തോ നമ്മുടെ അച്ഛനെ അപമാനിക്കുന്ന ആ സെല്ലിൽ കിടക്കുന്ന വേറൊരാളുടെ ദേഹത്ത് നമ്മുടെ സച്ചി കൈവയ്ക്കുന്നു. ഇതൊക്കെ കണ്ട് CIക്കാണ് രക്തം തിളച്ച. CI അങ്ങോട്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടു. എന്താടാ ഈ കാണിക്കുന്നത്? ഇതെന്താ ചന്തയാണോ എന്ന് ചോദിച്ചു. വന്നിട്ട് ഇവരെയൊക്കെ എന്തിനാണ് ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്? എല്ലാത്തിനും പുറത്താക്കി ഇറങ്ങി പോടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ CI എങ്ങനെ ഇവരോട് പറയാം. അപ്പോഴേക്കും ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മുടെ രേവതി ഓടിക്കയറി വരുന്നത്. സാർ എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ശ്രീകാന്തും അതുപോലെ ആ പെൺകുട്ടിയും അവരവരുടെ ഇഷ്ടത്തിന് പോയി കല്യാണം കഴിച്ചത് അവരിപ്പോൾ ഒന്ന് പറയും സാർ എന്നും പറഞ്ഞു. അപ്പോഴേക്കും ഇയാളുടെ ഭാവമൊക്കെ അങ്ങ് മാറി CIയുടെ. അവരെപ്പോൾ വരും? അവരിപ്പോൾ തന്നെ വരും സാർ. അവർ വന്നെല്ലാം പറയും സാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും രവിയേട്ടനും ചന്ദ്രമതിയും ശ്രുതിയും സുതിയും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ഇപ്പോൾ ശ്രീകാന്ത് ഇപ്പം എന്നെ വിളിച്ചിരുന്നു, അവരിപ്പോൾ തന്നെ ഇങ്ങോട്ട് വരും സാർ എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് അച്ഛനെ വെറുതെ വേണം സാർ, അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു രേവതി. എൻ്റെ അച്ഛൻ പാവമാണെന്ന് പറയുമ്പോൾ അവർ വരട്ടെ, അതിന് ശേഷം ഇയാളെ വിടാം. എടോ, താൻ ആ മധുസൂദനനെയും ഭാര്യയെയും വിളിക്കാൻ പറഞ്ഞ് അവിടുത്തെ ഒരു കോൺസ്റ്റബിളിനോട് CI സാർ പറഞ്ഞു. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ തീരുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ കണ്ണും തിരുമ്മി ഒരു നോട്ടം രേവതിയെ ഒന്ന് നോക്കിയിട്ടാണ്. അപ്പോഴാണ് രവിയേട്ടനും തല പൊക്കി രേവതിയുടെ നേരെ നോക്കുന്നത്. ചന്ദ്രമതിക്ക് അന്നേരം ശ്വാസം നേരെ വീണത്. ഇവരങ്ങനെ നിൽക്കുക. ഈ സമയം നമ്മുടെ രേവതിക്കാണെങ്കിൽ ഇവരെല്ലാവരെയും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഷനും പേടിയും കാര്യങ്ങളുമാണ്. അങ്ങനെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ വരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. അച്ഛനും അതുപോലെ സച്ചിയും ഒക്കെ ഇങ്ങനെ അവർ വരുന്നത് കാത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഓരോ സെക്കൻഡുകൾക്കും വിലയുള്ളതായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ മധുസൂദനെയും ഭാര്യയെയും അവിടെ നിന്ന് ഒരു കോൺസ്റ്റബിൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരും പെട്ടെന്ന് പോരാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് മധുസൂദനൻ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും മഹിമ ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ ആരാ വിളിച്ചതെന്ന്. അപ്പോൾ സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്, നമ്മളോട് അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. വർഷം ഇപ്പോൾ അങ്ങോട്ട് വരുമെന്നാണ് അവർ പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു. വർഷ വരുമെന്നോ? നമുക്കിപ്പോൾ തന്നെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരും എപ്രാളം കയറി ഇവരും സ്റ്റേഷനിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും വരുന്നത് കാത്തിങ്ങനെ ഇരിക്കുന്നു ഇവരെല്ലാവരും. അപ്പോഴും രേവതി ഇങ്ങനെ ഒരു അന്യയെപ്പോലെ ഇങ്ങനെ മാറി നിൽക്കുക. രേവതിയാണ് കുറ്റം ചെയ്തതെന്നാണ് ഈ നിമിഷം വരെ എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതങ്ങനെ ആയതുകൊണ്ട് രേവതിയോട് ഒരു ദാക്ഷിണ്യോ ദയോ കാണിക്കാതെ നമ്മുടെ സച്ചിയും ഇങ്ങനെ രേവതിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ രേവതിയുടെ കസ്റ്റഡിയിലായിരുന്നു ഇവർ. അതുകൊണ്ടാണ് ഇപ്പോൾ രേവതി വിളിച്ച് ഇവരെ വരുത്തുന്നത് എന്നുള്ളൊരു ധാരണ പോലും ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ രേവതിയെ കാണുന്നത്. ഇതൊന്നും എന്തായെങ്കിലും ആയിക്കോട്ടെ, തൻ്റെ ജീവിതം പെരുവഴിയിലായെന്ന് രേവതിക്ക് അറിയാമെങ്കിലും രേവതി അതൊന്നും മൈൻഡ് ആക്കാത്ത രീതിയിൽ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വരുന്നു. അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞിട്ട് അവർ വരാത്തതെന്ന് CI നമ്മുടെ രേവതിയോട് ചോദിച്ചു. അവരിപ്പോൾ വരും സാർ എന്ന് പറഞ്ഞ് രേവതി നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ വന്ന് ബൈക്കിൽ വന്നു സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവരെ കണ്ടതും അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കുക. അതുപോലെ തന്നെ രവിയേട്ടനും. പക്ഷെ സച്ചി ഈ ശ്രീകാന്തിനെ കണ്ട വഴി ചെന്നിട്ട് ഈ ഗുണ്ടകളൊക്കെ ഇടിക്കുന്നത് പോലെ എടാന്നും വിളിച്ചങ്ങ് ചെന്നിട്ട് പോലീസ് സ്റ്റേഷനാണെന്നോ അനിയനാണെന്നോ അവിടെ ആൾക്കാരുണ്ടെന്നോ ഇതൊന്നും നോക്കാതെ അവിടെ ഇട്ട് ശ്രീകാന്തിനെ അടിച്ചിടിച്ച് ചതച്ച് കൊന്നെന്ന് തന്നെ പറയാം. ചവിട്ടി കൂട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെ അവിടെ ഇട്ടതേ ശ്രീകാന്തിനെ, നീ എന്ത് ദ്രോഹമാടാ, കണ്ടോടാ നമ്മുടെ അച്ഛൻ കിടക്കുന്നത്, നീ കണ്ടോടാ, നീ കണ്ണ് നിറച്ച് കാണടാ, നീ ചെയ്ത ദ്രോഹത്തിൻ്റെ ഫലപാടാ, എന്തിനാടാ നീ ഇങ്ങനെ ഒരു ചതി ചെയ്തത്, നീ ഞങ്ങളെയും ചതിച്ചു, നമ്മുടെ അച്ഛൻ്റെ അഭിമാനത്തിന് മേൽ നീ കൈവച്ചില്ലേടാന്നൊക്കെ ചോദിച്ച് അതെല്ലാം പറഞ്ഞ് ശ്രീകാന്തിനെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുക. വർഷയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു മാറ്റാനൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ എവിടെ നിൽക്കാൻ, ആര് കേൾക്കാൻ. സച്ചി ഇങ്ങനെ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിടടാമെന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. ഇത് പോലീസ് സ്റ്റേഷനാണ്, നിൻ്റെ ഗുണ്ടായുസം നടത്താനുള്ള സ്ഥലമല്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയാം. അത് കഴിഞ്ഞ് പോലീസുകാർ വന്ന് നമ്മുടെ സച്ചിയെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി അതൊക്കെ കേട്ടിട്ട്, സാർ കണ്ടില്ലേ സാർ, ഇവൻ ചെയ്ത തെറ്റിൻ്റെ പുറത്ത് എൻ്റെ അച്ഛൻ എന്തോരം അനുഭവിച്ചതെന്ന് സാറ് കണ്ടില്ലേ, ഇവനോട് പിന്നെ ഞാൻ എങ്ങനെയാണ് സാർ പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ഊന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. തൊട്ടരികിൽ ശ്രുതിയും ചന്ദ്രമതിയും ഇവനിട്ട് രണ്ടെണ്ണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു ആ ഒരു മൈൻഡിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. രവിയേട്ടനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് സാറിനോട് പറഞ്ഞു, സാർ ഏട്ടൻ എന്നെ തല്ലിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും സ്വയം മനസാലെയാണ് വിവാഹം കഴിച്ചത്, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, അതുപോലെ ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ജീവിക്കാൻ വീട്ടുകാർ അനുവദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നതെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ A to Z കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ
ഇവർക്ക് എല്ലാവർക്കും, അതായത് പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ പ്രശ്നവും കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ശ്രീകാന്ത് എല്ലാം ഇവരോട് പറഞ്ഞു. അതുപോലെ തന്നെ വർഷയും ഒരിക്കലും ഇവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചത്, എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ പോയതെന്ന് വർഷയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരോട് പറയുവാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ ഇത് പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ വരുന്നു നമ്മുടെ മധുസൂദനനും അതുപോലെ തന്നെ ഭാര്യയും. കയറി വന്നപ്പോൾ കാണുന്നത് മോളെ കണ്ടപ്പോഴത്തേക്കും മോളെയെന്നും വിളിച്ച് ഇവർ ഓടിച്ചെന്നു. അപ്പോൾ ഇവർ ഒരിക്കലും എനിക്ക് ശ്രീകാന്തിനെ വിവാഹം ചെയ്ത് തരുമായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഇല്ല സർ, ഇതൊക്കെ ഇവൾ വെറുതെ പറയുന്നത്, ഇവൻ ഭീഷണിപ്പെടുത്തി പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല സാർ, ഒരിക്കലും അങ്ങനെയൊന്നും അല്ല, അതേ ശ്രീകാന്ത് കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു താലി വരെ നമ്മുടെ ശ്രീകാന്തിന് കെട്ടിയതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക വർഷ. അപ്പോഴേക്കും നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവൻ്റെ കൂടെ ജീവിക്കാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ വർഷ ശ്രീകാന്തിന് സപ്പോർട്ടായിട്ട് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പകുതി ചത്ത ഒരവസ്ഥയിലായിപ്പോയി മധുസൂദനൻ. കാര്യം മകളെ തനിക്കിനി കിട്ടില്ല എന്നുള്ളൊരിതാണ് മധുസൂദനൻ്റെ മനസ്സിലേക്ക് വന്നത്. മധുസൂദനൻ ഇങ്ങനെ ആകെ നിരാശയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് മഹിമയാണെങ്കിൽ ചെന്ന് വർഷയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാനൊക്കെ നോക്കും. നാടകീയമായ രംഗങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മഹിമ ചെന്ന് മകളെ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും എന്നെ വിട്, ഞാൻ വരില്ല, എനിക്ക് നിങ്ങളോടൊപ്പം വരണ്ട, നിങ്ങൾ പറയുന്ന ലൂസിനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല, ഞാൻ ഇന്ന് ശ്രീകാന്തിൻ്റെ ഭാര്യയാണ്, നിങ്ങൾ എന്നെ വിടുന്നു പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ മഹിമയുടെ കൈയെല്ലാം പിടിച്ച് മാറ്റിയിട്ട് വീണ്ടും ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നിന്നെ ഇവൻ്റെ കൂടെ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെയാണ്. അപ്പോഴത്തേക്കും വർഷ പറയുന്നുണ്ട്, സാർ ഞാൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്, എനിക്ക് എൻ്റേതായ റൈറ്റ്സ് ഉണ്ട്, ഞാൻ ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇവരെ ശ്രീകാന്തിൻ്റെ അച്ഛനെ സാർ വെറുതെ വിടണം, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം പറയുന്ന സമയത്ത് മഹിമയോട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വിടാനായിട്ട് പറയുവാണ് ഈ CI സാർ. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് അതായത് ഈ ചെറുപ്പക്കാരൻ്റെ അച്ഛനായ ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും നേരം ഇവിടെ പിടിച്ചു വെച്ചത്. ഇപ്പോൾ നിങ്ങളുടെ മകളുടെ ഭർത്താവെന്ന് പറയുന്ന ശ്രീകാന്തും ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എനിക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്കേ ഇതെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സാർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഇയാൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ വർഷ പറഞ്ഞു, ഒരിക്കലും ഇല്ല സാർ, ഇവരാരും ഒരു തെറ്റുകാരുമല്ല, ഇവരെല്ലാവരും നിരപരാധികളാണ്, ഞാനും ശ്രീകാന്തുമാണ് തെറ്റ് ചെയ്തത്, ഞങ്ങളാണ് പരസ്പരം സ്നേഹിച്ചത്, വിവാഹം കഴിച്ചത്, അതിൽ ആർക്കും ഒരു പങ്കുമില്ല, ആരും അറിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മധുസൂദനൻ്റെയും ഭാര്യയുടെയും എല്ലാ കള്ളക്കളികളും അല്ലെങ്കിൽ അവരുണ്ടാക്കിയ കെട്ടുകഥകൾ, കള്ളപ്പരാതി ഇതെല്ലാം പൊളിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രവിയേട്ടനെ അവിടെ നിന്ന് തുറന്നു വിടാനായിട്ട് CI സാർ ഇങ്ങനെ പറയുക. അപ്പോൾ CI സാർ തുറന്നു വിടാൻ പറഞ്ഞു. അവിടുത്തെ കോൺസ്റ്റബിൾ വന്ന് ഈ സെല്ല് തുറന്നു പതുക്കെ ഇങ്ങനെ രവേട്ടനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും സച്ചി ഓടിച്ചെന്ന് അച്ഛനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുക കേട്ടോ. അപ്പോൾ രേവതിക്ക് സമാധാനമായി, കാരണം പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. ഇനിയിപ്പോൾ അച്ഛൻ പുറത്തിറങ്ങിയല്ലോ, തൻ്റെ ജീവിതം എങ്ങനെയാണെങ്കിലും തനിക്ക് പ്രശ്നമില്ല, തന്നെ ഇനിയിപ്പോൾ ഒരിക്കലും സച്ചി അംഗീകരിക്കില്ല, അത് രേവതിക്ക് അറിയാം. അതുപോലെ തന്നെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും രേവതിക്ക് ഇനി രവിയേട്ടനും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞതായി, ഇനി ഇവിടെ നിങ്ങളൊന്ന് എഴുതി ഒപ്പ് വെച്ചിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്, വിവാഹം കഴിച്ചു. ഇനിയിപ്പോൾ അതിന് മേൽ മറ്റൊന്നിനും ഒരു സ്ഥാനമില്ല, നിങ്ങളുടെ പരാതിക്ക് സ്ഥാനമില്ല, ഇവർ പറയുന്നതാണ് ഇതൊക്കെ പറഞ്ഞ് CI സാർ ഇങ്ങനെ മധുസൂദനനോടും ഭാര്യയോടും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ, പ്രശ്നമെല്ലാം തീർന്നല്ലോ, ഇവർ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ. ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മഹിമ ചെന്ന് വർഷയോട് കുറേ കരഞ്ഞു, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു, പ്രാഗി പറയുന്നു, ദേഷ്യത്തിൽ പറയുന്നു, അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് വർഷയ്ക്ക് യാതൊരു മൈൻഡും ഇല്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ശ്രീകാന്തിനെയാണ് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങളെനിക്ക് വിവാഹം ചെയ്തു തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ ഇതൊക്കെ പറയുക. അങ്ങനെ അതെല്ലാം പറഞ്ഞു. മധുസൂദനാണെങ്കിൽ രവിയുടെ നേരെ ഒരു നോട്ടം ഇങ്ങനെ അങ്ങ് നോക്കി. രവിയേട്ടനും അതുപോലെ തന്നെ ഇയാളെയും നോക്കി. മധുസൂദനന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വായിൽ നാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞൊരവസ്ഥ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഭയങ്കര വൈരാഗ്യമായി പോയി. നമ്മുടെ ശ്രീകാന്തിനോട് ഭയങ്കര ഇതോടുകൂടി ഇങ്ങനെ നോക്കും. അപ്പോൾ നമ്മുടെ സച്ചിയോട് നമ്മുടെ രേവതിയുടെ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ശ്രീകാന്ത് തീരുമാനിച്ചിരിക്കുന്നത്. രേവതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ അച്ഛൻ ഇറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പുറത്തിറങ്ങിയ രവിയേട്ടനെ സ്നേഹം കൊണ്ട് പൊതിയുവാണ് ചന്ദ്രമതിയൊക്കെ ആണെങ്കിലും.
ഇപ്പോൾ പുറത്തിറങ്ങി കിട്ടിയല്ലോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നമ്മുടെ സച്ചിയോട് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും മിണ്ടിപ്പോകരുത്, നീ എൻ്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. ഏതായാലും ശ്രീകാന്തിനെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതിയും പെരുവഴിയിലായെന്ന് ഉറപ്പായി. രേവതിയെ ഇനിയിപ്പോൾ രേവതിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും രേവതിയെ ഇനി സച്ചി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനൊന്നും പോകുന്നില്ലല്ലോ. പുറത്തിറങ്ങിക്കഴിഞ്ഞ് പച്ചമ്പാച്ച നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ രവിയേട്ടനെ വിളിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോഴത്തേക്കും രവിയേട്ടൻ നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാലും ഇത്രയും വലിയൊരു ചതി നീ എന്നോട് ചെയ്തല്ലോ. നിന്നോട് ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ ഈ കുട്ടി നിൻ്റെ ഫ്രണ്ടാണെന്നല്ലേടാ നീ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ ചങ്ക് തകർന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ പറയാനുള്ള ധൈര്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറയുമ്പോൾ, നീ പറയാതിരുന്നത് കൊണ്ട് അച്ഛൻ ഒരു നഷ്ടവും വന്നില്ലല്ലോ അല്ലേന്ന് ചോദിച്ചുകൊണ്ടായി അച്ഛൻ മോനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പറയുമ്പോൾ, ദേ അങ്കിൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീകാന്ത്, ഞാനാ ശ്രീകാന്തിനെ നിർബന്ധിച്ച ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. വിവാഹം കഴിക്കാൻ ഇനിയും സമയമില്ലാന്ന് ഞാനാ ശ്രീകാന്തിനോട് പറഞ്ഞത്, ഞാൻ കാരണമാണ് ശ്രീകാന്തിനെ വിവാഹം കഴിച്ചതെന്നൊക്കെ പറഞ്ഞ് വർഷം ഇങ്ങനെ രവിയേട്ടനോട് തൻ്റെ ആ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും രീതിയിൽ ചിന്തിക്കാൻ പോലും രവിയേട്ടന് കഴിയാത്തൊരവസ്ഥയിൽ രവിയേട്ടൻ നിൽക്കുവാണ്. കാരണം മകൻ തന്നെ ചതിച്ചു. മധുസൂദനൻ്റെ മുന്നിൽ വെറും വിലകെട്ടവനായിപ്പോയി താനെന്നുള്ള ഒരു മൈൻഡായിപ്പോയി രവിയേട്ടന്. എന്തായാലും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തീർന്നു. ഇനിയിപ്പോൾ ഈ പരിസരത്തോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഇതിൻ്റെ പേരും പറഞ്ഞ് ആരും നിൽക്കരുതെന്നും പറഞ്ഞുകൊണ്ടാണ് CI സാറ് കേസെല്ലാം ഒഴിവാക്കി ഇവരെ പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞ് മധുസൂദനനും ഭാര്യയും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മളിനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് മധുവേട്ടനോട് ഭാര്യ ചോദിക്കുമ്പോൾ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോകാൻ നോക്കുന്നു. അതിനുശേഷം മോളെ വിളിക്കാവുന്നതിൻ്റെ ആ ഒരു ഇതിൽ വിളിക്കുവാണ്. പക്ഷേ വർഷ പോകുന്നില്ല. വർഷയ്ക്ക് അവരെ വേണ്ട. വർഷ പറഞ്ഞ് ഞാൻ വരില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വർഷ പോലും ഇവരെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി എങ്ങോട്ട് പോകണമെന്നറിയാതെ പെരുവഴിയിൽ നിൽക്കുക. ഈ സമയത്ത് സച്ചി രേവതിയുടെ നേരെ ഒരു നോട്ടം അങ്ങ് നോക്കി. രേവതിക്ക് അന്നേരത്തേക്കും പേടിയായി കേട്ടോ. രേവതി പേടിച്ച് വിറച്ച് സച്ചി തല്ലുവോ അടിക്കുവോ എന്താ ചെയ്യാൻ പോണേ എന്നൊന്നും അറിയാത്തൊരിതിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ, കഥ പറയുന്ന ശൈലി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും അതുപോലെ ലൈക്ക് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. വീണ്ടും പുത്തൻ പുതുവിശേഷങ്ങളും കഥാവിശേഷങ്ങളും ഒക്കെ ആയി കാണാം. എന്തായാലും ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വളരെ നിർണായകമായ വമ്പൻ ട്വിസ്റ്റുകളോട് കൂടിയിട്ടുള്ള എപ്പിസോഡായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.